അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളൊരു അടിപൊളി മാംഗോ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ കേക്ക് എങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു വലിയ മാംഗോ ആണ്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്യാം. ചെറുതാക്കി കട്ട് ചെയ്യാം കേട്ടോ. ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് മിക്സിയിലേക്ക് ഒന്നിടുക. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് അതുപോലെ നന്നായിട്ടൊന്ന് ആവിയിൽ ഒന്ന് ചൂടാക്കി എടുക്കുക. അതിലേക്ക് 3 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോ എൻ്റെ അടുത്തത് മിസ്സായപ്പോൾ ഞാൻ രണ്ടാമത് വീഡിയോ എടുത്തതാട്ടോ ഇത്. അപ്പോൾ ഇതുപോലെ ഇതിൽ മാംഗോൻ്റെ കഷ്ണങ്ങളൊന്നും വീഴാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ കേക്കിൽ അത് തടഞ്ഞു നിൽക്കും. പിന്നെ ഇവിടെ ഞാൻ 4 മുട്ട ബീറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അത് വീഡിയോ മിസ്സായി പോയതാണ്. പിന്നെ മൈദ ചേർത്ത് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ 1 കപ്പ് മൈദ, ബേക്കിംഗ് സോഡ, എന്നിട്ട് ഒന്നായിട്ട് എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് അരിച്ചെടുക്കാം. പിന്നെ 1 നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഓവറായിട്ട് ബീറ്റ് ചെയ്യണ്ട കേട്ടോ. കേക്കിന് മൈദ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഓവറായിട്ട് ബീറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ മൈദ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് അരിച്ച് ചേർത്ത് കൊടുക്കുക. ഒന്നായിട്ട് കൂട്ടി ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ നമ്മൾ കുക്കർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുക്കറിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കുക്കറിലേക്ക് അതിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്റർ കുക്കറിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ബേക്ക് ചെയ്യാൻ ഒരു 30-45 മിനിറ്റൊക്കെ വേണ്ടി വരും കേട്ടോ കുക്കർ റെഡിയായി വരാൻ. അപ്പോൾ നമ്മളെ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേക്ക്. അപ്പോൾ നമ്മളെ കേക്ക് ഇവിടെ 2 ലെയറാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള മാംഗോ ഷുഗർ സിറപ്പിലാണ് കേട്ടോ കലക്കേണ്ടത്. അതൊന്നായിട്ട് അതിൽ ഇളക്കി കൊടുക്കുക. സിറപ്പ് ഞങ്ങൾ കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ക്രീം അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇനി ആ ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ക്രീം ബീറ്റ് ചെയ്യുന്നതിന് മുമ്പ് നല്ലോണം തണുപ്പിച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ. എന്നാലേ ക്രീം നല്ല റെഡി ആയിട്ട് വരുള്ളൂ. അപ്പോൾ നമ്മൾ സിറപ്പ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക.
ഇനി നമുക്ക് നോസിൽ വെച്ചിട്ട് ക്രീം ഒന്നായിട്ട് എല്ലായിടത്തും തേച്ച് കൊടുക്കാം കേട്ടോ. എല്ലായിടത്തും തേച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഒരു ലെയർ അതിലേക്ക് എടുത്ത് വെക്കുക. എന്നിട്ട് വീണ്ടും അതിൻ്റെ മുകളിൽ ഒന്നുകൂടെ ക്രീം ചെയ്ത് ഒന്നായിട്ട് ക്രീം ചെയ്യുക കേട്ടോ. ക്രീം തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മാംഗോ ക്രഷ് അതിലൊന്ന് തേച്ച് പിടിപ്പിക്കുക. സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ. ഉണ്ടാക്കി നോക്കിയാൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ക്രീം ഇതിലൊന്ന് തേച്ച് പിടിപ്പിക്കണം കേട്ടോ. അപ്പോൾ ക്രീം എല്ലായിടത്തും ആയിട്ടുണ്ട്, ഏകദേശം ആയി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലായിടത്തും ക്രീമായി. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ കേക്ക്. അടിപൊളി ടേസ്റ്റാണ്. ആരും ഉണ്ടാക്കാതിരിക്കരുത്. വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാണാനും നല്ല ഭംഗിയുണ്ട്, അതുപോലെ തന്നെ ടേസ്റ്റിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് ചെയ്യുക കേട്ടോ. എന്നാൽ ഞാൻ വിടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മളെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ കേക്ക് ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി ടേസ്റ്റാണ്. ആരും ഉണ്ടാക്കാതിരിക്കരുത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ.